ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ ബഡ്ജറ്റിൽ മികച്ച ക്വാളിറ്റിയോടെ ചിത്രീകരണം പൂർത്തിയാക്കി തിയേറ്ററിലെത്തിച്ച് വമ്പൻ വിജയം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ബസ്റ്റർ നേടിയെടുത്ത ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലെ 4 സിനിമകൾ സമീപകാലത്ത്, അതായത് ഇക്കഴിഞ്ഞ 2 മാസ കാലയളവിൽ തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നിരുന്നു. ഈ ശ്രേണിയിൽ ഏറ്റവും ഒടുവിൽ തിയേറ്ററിലെത്തി മെഗാ ബ്ലോക്ക് ബസ്റ്ററായി മാറിയത് ഓണച്ചിത്രമായ ലോക തന്നെയാണ്. 4 ഭാഗങ്ങളുള്ള ലോക ഫ്രാഞ്ചൈസിലെ ആദ്യ ഭാഗം ചന്ദ്ര തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്തത് ഡൊമിനിക് അരുണാണ്. 31 കോടി ചെലവിൽ മികച്ച ദൃശ്യചാരുതയോടെ ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച് പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിച്ച ഈ സിനിമയിൽ കല്യാണി പ്രിയദർശൻ, നസ്ലേൻ, വിജയരാഘവൻ, ചന്തു സലികുമാർ, ടോവിനോ തോമസ്, ദുൽഖർ സൽമാൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രം മൂന്നാമത്തെ ബുധനാഴ്ച കൂടിയായ ആദ്യ 21 ദിവസം പിന്നിട്ട് നാളെ വ്യാഴാഴ്ചയോടെ 4ാം വാരത്തിലേക്കാണ് കടക്കുന്നത്. 20ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ 2,09,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ആദ്യ 20 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 92,99,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 21ാം ദിവസമായ ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,80,00,000 റേഞ്ചിലാണ്. ആദ്യ 21 ദിവസം കൊണ്ട് 94,80,00,000, 95 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 20 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 254,80,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3,50,00,000 റേഞ്ചിലാണ്. ആദ്യ 21 ദിവസം കൊണ്ട് 257-258 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. JP തുമിനാട് തിരക്കഥ സംവിധാനം ചെയ്ത കന്നഡ സിനിമയാണ് സൂ ഫ്രം സോ. വലിയ താരപരിവേഷമൊന്നുമില്ലാതെ ജൂലൈ 25-ന് തിയേറ്ററിലെത്ത ഈ സിനിമ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയത്. കേവലം 5,50,00,000 മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമയിൽ സംവിധായകൻ JP തുമിനാട്, സന്ധ്യ അരക്കരെ, രാജ്ബി ഷെട്ടി, പ്രകാശ് തുമിനാട്, ഷനിൽ ഗൗതം എന്നിങ്ങനെയായിരുന്നു താരനിര. ഈ സിനിമ ഫൈനൽ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് 92,10,00,000 രൂപയായിരുന്നു. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 107,50,00,000 സ്വന്തമാക്കിയ ഈ സിനിമ 15 കോടി രൂപ വിദേശത്ത് നിന്നും നേടിയെടുത്തിരുന്നു. ടോട്ടൽ 122,59,00,000 രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരുന്നത്. ഈ സിനിമയുടെ മലയാളം ഡബ്ബിംഗ് പതിപ്പ് കേരളത്തിൽ വിതരണത്തിന് എത്തിച്ചത് ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് ആയിരുന്നു. ഏകദേശം 8,50,00,000 കേരളത്തിൽ സ്വന്തമാക്കിയ ഈ സിനിമ ദുൽഖറിനും വമ്പൻ ലാഭമാണ് നേടിക്കൊടുത്തിരുന്നത്. മോഹിത് സൂരി സംവിധാനം ചെയ്ത് ജൂലൈ 18-ന് തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് സയാര. യാഷ് രാജ് ഫിലിംസ് നിർമ്മിച്ച ഈ സിനിമയിൽ അഹാം പാണ്ഡെ, അനീത് ബത്ത എന്നിങ്ങനെ 2 പുതുമുഖ താരങ്ങളായിരുന്നു അഭിനയിച്ചിരുന്നത്. കേവലം 40 കോടി റേഞ്ചിൽ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 398,25,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. വിദേശ കളക്ഷനായി 172 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി കളക്ട് ചെയ്തത് 570 കോടി രൂപയായിരുന്നു. 2025-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത 2ാമത്തെ ഇന്ത്യൻ സിനിമയായും 2025-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന ഇന്ത്യൻ റൊമാന്റിക് ചിത്രമായും ഈ സിനിമ മാറിയിട്ടുണ്ട്. ജൂലൈ 25-ന് റിലീസ് ചെയ്ത ആനിമേഷൻ സിനിമയാണ് മഹാവതാർ നരസിംഹ. 2034 വരെ നീണ്ടു നിൽക്കുന്ന 7 ഭാഗങ്ങളായിട്ടുള്ള മഹാവതാർ ഫ്രാഞ്ചൈസിലെ ആദ്യ ചാപ്റ്ററായ നരസിംഹ കേവലം 4 കോടി ബഡ്ജറ്റിലാണ് നിർമ്മിക്കപ്പെട്ടത്. കേരളത്തിൽ ഈ സിനിമയ്ക്ക് 2 കോടി റേഞ്ചിൽ കളക്ഷൻ മാത്രമേ നേടിയെടുക്കാനായിട്ടുള്ളൂവെങ്കിലും കർണാടക, ആന്ധ്ര, നോർത്ത് ഇന്ത്യ എന്നിങ്ങനെ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളത്. ഇന്ത്യൻ നെറ്റ് കളക്ഷനായി മാത്രം 250,10,00,000 സ്വന്തമാക്കിയ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 297,55,00,000 രൂപയായിരുന്നു. വിദേശ കളക്ഷനായി 28 കോടി നേടിയ ഈ സിനിമ 325,55,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നേരത്തെ ഒരു ആനിമേഷൻ സിനിമ വമ്പൻ വിജയം നേടിയെടുത്തത് ഹനുമാൻ ആയിരുന്നു. ഏകദേശം 11 കോടി രൂപയായിരുന്നു അന്ന് ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. ഇപ്പോൾ അതിന്റെ 30 ഇരട്ടിയോളം കളക്ഷനാണ് മഹാവതാർ നരസിംഹ എന്ന ആനിമേഷൻ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അതുൾപ്പെടെ മറ്റ് സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ ഉൾപ്പെടെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.